ഇത് നല്ല രസമുണ്ടല്ലോ. പറിച്ചോളൂ. ഇതൊക്കെ പുതിയതുണ്ടായിരുന്നു കൂട്ടാ, അതൊക്കെ പുതിയതുണ്ടായിരുന്നു. കത്തിയൊന്നും വേണ്ട അല്ലേ കുട്ടി? ഏയ് കത്തിയൊന്നും വേണ്ട. അമ്മ ഇതിക്ക് ഇടുമ്പോൾ പന്ത് വരി ചാടുന്നു. തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി അമ്മേനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. ഓക്കെ ഗൈസ്, ഇതാ അച്ഛനെ നിന്നോളൂ. ആ ടാടാ, ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയെന്നാ പറയുന്നത്. അതാണ് ഞാനിതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത്. മാവില് 4 വെറൈറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അത് കാലാപ്പാടി എന്തായാലും ഉൾപ്പെടുത്തണം. നല്ല മാങ്ങ, ഏറ്റവും ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. മറ്റേ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ജാപ്പാനീസിലൊക്കെ ഉള്ളൊരു മിയാസാക്കി എന്ന് പറഞ്ഞൊരു മാംഗോ ഉണ്ട്. അതിൻ്റെ ഏറെക്കുറെ സിമിലർ ടേസ്റ്റ് ആണ് ഇതിന് വരിക എന്നാ പറയുന്നത്. വളരെ കുറയും, കാരണം ഇതിലൊരു പൗഡർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ. അപ്പൊ ഈ ഓക്കെ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പരിപാടി മമ്മി? അടിച്ചുവാരല്ല കഴിഞ്ഞില്ലേ? ഓക്കെ, അച്ഛനെന്താ ഒളിഞ്ഞു നോക്കുന്നു? അബിയുവിന് കായ വന്നോ നോക്കുക. എന്നാ വെട്ടിക്കൊടുത്തതിന് ശേഷേ ഉണ്ടാ ആ ഭാഗത്തൊക്കെ പൂവ് ഇത് കണ്ടോ, പുതിയ വന്നത്. എൻട്രൻസിൽ വെള്ളപ്പൂ ശുഭലക്ഷണം. വെള്ളപ്പൂ അല്ലേ? ഇവനെ കാണുന്നതോ? ഇത് വെള്ളയല്ലേ? ഡ്രാഗൺ, വെള്ള ഡ്രാഗൺ. ഞാൻ കാട്ടും. ഒരു ചീര വളർന്നു പോയത് കണ്ടോ ഗൈസ്? എൻ്റെ ഹൈറ്റ് ആയല്ലോ, അല്ല എൻ്റെ അത്ര ഇല്ല. പൂ വന്നു. അതിൻ്റെ ഇല മാത്രം നുള്ളി എടുത്തിട്ടേ നമുക്ക്, അതിലെ ഇലയില്ലല്ലോ അപ്പം. കണ്ട, ഇതൊരു വെറൈറ്റി മുളകാണ്. ഇത് വേറൊരു വെറൈറ്റി മുളകാണ്. ഇനിയുണ്ടോ വെറൈറ്റി? ഇത് വേറൊരു അല്ല ഇതാ. ഓക്കെ, എല്ലാം മുളകാണ്. പക്ഷെ ആ നീണ്ട മുളക് ഭയങ്കര എരിവാട്ടോ, ഒരു രക്ഷയില്ല. ഇന്നലെ ഒന്ന് പിടിച്ച് കടിച്ചു നോക്കിയതാ. അയ്യോ, എന്താ ഒരു ബറാബ പഴുത്തിട്ടുണ്ട്. വേണ്ട, അത് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞിത് വീണു പോകും. വലുതായിക്കോട്ടെ. തക്കാളി പറിക്കണമെന്ന് പറഞ്ഞിട്ട് തക്കാളി പറിച്ചോളൂ. എന്തിനാ കരയണത്? ആളെ തൊട്ട മറിഞ്ഞു വീണിട്ട് കടിക്കുകയും ചെയ്യും, എന്നെ കടിക്കുകയും ചെയ്യും. ഇവിടെ വന്നതാ? ആ, മേലെ വളർത്തുന്ന അതാ. അവ ഇടയ്ക്ക് വരലുണ്ട്. എന്തെങ്കിലും പുതിയ ചെടി ഉണ്ടോ അമ്മ കാണിക്കാൻ? ഇത് നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ടേ. അതും പറിക്കാം. എന്നാ തക്കാളി പറിച്ചോളൂ. അമ്പത്ത പഴുത്തേ. പറിച്ചോളൂ. അതൊക്കെ പുതിയതുണ്ടായിരുന്നു. കത്തിയൊന്നും വേണ്ട അല്ലേ കുട്ടി? ഏയ് കത്തിയൊന്നും വേണ്ട. അമ്മ ഇതിക്ക് ഇടുമ്പോൾ പന്ത് വരി ചാടുന്നു. അമ്മേന്റെ അടുത്തേക്ക് കഴിഞ്ഞോ? കഴിഞ്ഞു പഴുത്തത് കണ്ടോ? ഈ കാണുന്നൊക്കെ ചീരയാണ് കേട്ടോ, വളർത്തിയതൊന്നുമല്ല. ഇപ്പൊ റെഡിയായോ? ഇതൊന്നും വളർത്തിയതല്ല കേട്ടോ, ഇതൊക്കെ എവിടെ നിന്നൊക്കെ ഉണ്ടായതാ.
ആക്ച്വലി ഇന്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഈ നല്ലൊരു ചീരത്തൈ ഉണ്ട്. ഞങ്ങൾ പറക്കാറത് അമ്മ ഇപ്പൊ ചവിട്ടും ഓക്കെ. മഞ്ഞ റോസ് ഒന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ചീത്ത ആ വെള്ളരി പറിച്ചോളൂ, ഇദ്ദേഹം പിടിക്കാം. കത്തി ഞാൻ ഇതിലുണ്ടായിരുന്നല്ലോ. കത്തി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ലൊരു കുഞ്ഞു വെള്ളരിയില്ലേ, ഫ്രീ ആയിട്ടുണ്ടായതാ. അമ്പഴങ്ങൊക്കെ നിലത്തതൊക്കെ കിടക്കും. പിന്നെ എടുക്കാം. അമ്പഴങ്ങ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറക്കാലോ. ഇനി എന്താ പറയാ, ഇനി നമുക്ക് ഇനി വെണ്ടയ്ക്ക. ഇപ്പൊ എന്നും വെണ്ടയ്ക്കയാണ് ഗൈസ്. വെണ്ടയ്ക്ക തിന്ന് തളർന്നു. ആ ചീരൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചേ? ഇവനെ നമുക്ക് വേണമെങ്കിൽ വിത്തിന് വെക്കല്ലേ? ഓക്കെ. വളഞ്ഞു നിക്കണടുത്ത് വികലാംഗന, ഹാൻഡിക്യാപ്ഡ്. വേണ്ട, അത് ചെറുതല്ലേ. ആയി കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതതിന്റെ ചോട്ടിൽ തന്നെ ഇട്ടോളൂ. ചെവിയൊക്കെ പിടിച്ച് സുരുട്ടുന്നുണ്ട്. വയലറ്റ് പയറാ? പച്ചയില്ല, വയലറ്റ് പയറാ അല്ലേ? ഓഹോ, ആണോ? ആ, അത് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. എത്ര പെട്ടെന്ന് വരെ വലുതാവുന്നത്. എനിക്ക് ഇനി ഇയാൾ ചാടി പിടിക്കും. തൂങ്ങിയില്ലേ? ഓക്കെ. വേറെ പയറൊന്നും കണ്ടില്ല, 2 ഉണ്ടായിട്ടുള്ളൂ. പൂക്കളുണ്ട് അല്ലേ? അത് ശരി. ചെരങ്ങ പൂട്ടോ? ചെരങ്ങ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ചെരങ്ങ പൂടും ഗൈസ്. അമ്മ എന്താ നോക്കിയിരിക്കണു? അതെന്താ? മാങ്ങയോ? അത് തിന്നു? ആ, വീണു. പീനട്ട് ബട്ടറിൽ കായൊന്നുമില്ല, പൂവിട്ടിട്ടേ ഉള്ളൂ അല്ലേ? കായ ഇഷ്ടം പോലെ വരാനുണ്ട്. കായ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടാണ്ടാവും കഴിച്ചിട്ട്. അച്ഛൻ്റെ അടുത്ത് കറങ്ങി നടക്കുന്നുണ്ട്. തത്തയല്ലത്? ആ, ഒരു കൊയ്ത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ തത്ത തിന്നാൻ വരും. ആണോ? ആ, ആണല്ലോ. മറന്നുപോയി. ഇതാ, ഇതിലേക്ക് ഇട്ടോളൂ. പോരട്ടെ. ആ, ശ്രദ്ധിച്ച് പറിച്ചിട്ടില്ലെങ്കിൽ തണ്ടിന് വെട്ട് കിട്ടുന്നു. ഹരിചന്ദനം തിരും. എൻ്റെ അമ്മ ഒരു ചീര ഉണ്ടോ? ആ, ഇലയൊക്കെ കണ്ട ഒരു കുഴപ്പമില്ല, കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്.
ഇതിലുണ്ടായിരുന്ന പേരൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചില്ലേ? മേലെയോ? അവിടേക്കൊക്കെ നിങ്ങൾ എങ്ങനെ കേറി? അച്ഛൻ കിണറിന്റെ മുകളിൽ കയറിയിട്ട് പഴുത്തൂലേ? അത് പഴുത്തു. അതിനിപ്പോ കവറിനകത്തുനിന്ന് പൊട്ടും. എവിടെ മുല്ലപ്പൂവിന്റെ മണം? നമ്മളെ മുല്ലപ്പൂവാ. അത് ഇങ്ങോട്ട് മണം വരുന്നുണ്ടോ? ഇതിന് പുതിയ ഇല വന്നല്ലോ. കണ്ടോ ഗൈസ്, പച്ചത്തുള്ളൻ. എല്ലാവർക്കും കുറെ പൈസയൊക്കെ വരട്ടെ. എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടോ? കണ്ട പൈസ ഇട്ടില്ല. മോനെ കേറടാ മോനെ. അയ്യോ ചാടിപ്പോയി. എന്നെ വേണ്ട എനക്ക് മോനെ. കേറടാ. ഇല്ല, എന്നിട്ടും അവൻ വരുന്നില്ല. എന്നിട്ടും അവൻ വരുന്നില്ല. അതെ, അമ്മേന്റെ അച്ഛന്റെ മേലെ കയറിയത് ഡ്രാഗണാണ്. അങ്ങനെ പച്ചത്തുള്ളനൊന്നും വേണ്ട ഗൈസ്. ചക്ക ഏതെങ്കിലും ആയോ അമ്മ? ഇല്ല, പച്ച മണം വരാനുണ്ട്. വളർന്ന് വലുതായിട്ടോ. ഇനി അത് കുട്ടപ്പനാവാനുണ്ട്. ഇതിൽ പുതിയതൊന്നും വന്നില്ല. ഇനി അടുത്ത സീസൺ ആവണം അല്ലേ? വേറെ ഇതുമാതിരത്തെ ഒരു കായ ഞാൻ അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നില്ലേ? എന്തായിരുന്നു? ലിബോർട്ടയോ? ആ, അതെവിടെ നിന്ന് കിട്ടുമോ നോക്കണം. എത്രണ്ണം പറിച്ചു ഇപ്പം? ഇന്നലെ ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കിയത്. കുറേ കാലത്തിന് ശേഷം സാമ്പാർ കിട്ടുന്നു ഇന്നലെ. ബാക്കി എന്നും വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയ. ഇതെവിടെ? ഇത് നമ്മുടെ അകത്തിച്ചീരയാണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ചീരയാണ്, സ്പിനാച്ച്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മാതിരി താളല്ല. അതിൻ്റെ പൂവ് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. ഇല കഴിക്കാൻ പറ്റില്ലേ? ഇല ഉപ്പേരി വയ്ക്കാം. അതിനൊരു കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മുരിങ്ങക്കായ പോലത്തെ ആ തൂങ്ങിയിരിക്കണേ. പിന്നെന്ന് പറയുമ്പോൾ ഇപ്പം എന്താ ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾക്ക് പുതിയൊരു ഫാൻ ഉണ്ടല്ലോ, പ്രിയ ചേച്ചി. ഓ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിനെ അത്രയും വലിയൊരു കമൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കുന്നേ. ഞാൻ തന്നെ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 15 മിനിറ്റ് എടുക്കും. അതെ അതെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫാൻസൊക്കെ വന്നു തുടങ്ങി. ഫാൻസൊക്കെ വന്നു തുടങ്ങി നിങ്ങൾക്ക്. ആരാ ആരാ ആരാ? ഇവിടെ ഒരു കർമൂസ വലുതാവുന്നുണ്ട്. കർമൂസ എന്നിട്ട് ഞങ്ങൾ പറയാ ഇതിന്. പപ്പായ പപ്പായ, യെസ്. പപ്പായ പൂ കിട്ടും. എന്നാ ഇത് വേഗം ആവും. ഇത് ഞാനേ അവിടെ ഒരു ചട്ടിയിൽ തൈ കണ്ടു. അപ്പം കൊണ്ടുവന്ന് വെറുതെ ഇവിടെ നിന്ന് കൊണ്ടുവച്ചതാ അല്ലേ? ഇത് സാധാരണ നാടനാ? നാടൻ പപ്പായയാണ് കേട്ടോ. ആ, ഓക്കെ ഓക്കെ. ഞാൻ താഴെത്തിണ്ട് കേട്ടോ ഒന്ന്. എന്താ? ഉമർ ചാമ്പയ്ക്ക. വളർച്ച കാണിച്ചതാ. ആ, ഉള്ളില് വലുതായതുണ്ട്. ഓക്കെ, ചാമ്പയ്ക്ക ആവട്ടെ, കാണിച്ചു തരട്ടോ. അതിൻ്റെ മുകളിൽ കയറി അപ്പോഴേക്ക് ആ ഇവിടെ ഹോൾഡ് ചെയ്തോളൂ കേട്ടോ, കൈ കൊണ്ടേ. ആ, സൂക്ഷിച്ചിറങ്ങനെ. പഴയ ജിംനാസിയ, പഴയ പട്ടാളാണ്. അതൊന്നും കിണറിന് അറിഞ്ഞൂടാ.
ഇനിയിപ്പോ ഇങ്ങോട്ട് എങ്ങനെ എത്തും? ആ അതിലെ തന്നെ ഇറങ്ങിക്കോളൂ അച്ഛാ. ഞാൻ ഇതിക്കടെ എന്നിട്ട് വേണേ കയറും. ഞാൻ വെറുതെ ഓരോന്ന് കാണിക്കണം. എന്നാ ഞാൻ പറഞ്ഞ ഞാൻ കേറൂലേ? ഹേയ് ഹേയ് നോക്കി ഇറങ്ങണേ. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ആ പേരൊക്കെയാണ് പറിച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, അവക്കാഡോ പൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഈ കാലാപ്പാടി പഴുക്കാണ്. ആ ഈ കാലാപ്പാടി ഇത് എൻ്റെ മാങ്ങയല്ല എന്നാ പറയുന്നത് മമ്മി. സോറി ഗൈസ്, ഇത് എൻ്റെയാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ഇതിൻ്റെ പേറ്റന്റ് ഞാൻ തന്നെ എടുക്കും. പ്രിയ ചേച്ചി, ഐ എം സോറി. മാവ് കുഴിച്ചിടും ഒരാളുടെ പേര് പറഞ്ഞിട്ട്. ആഹാ, എനിക്കും പറഞ്ഞിട്ട് അതെന്തിനാറിയാലോ? എന്തിനാ? വെട്ടിച്ചൂടാൻ. ഓഹോ, അങ്ങനെ മറ്റേ കത്തിക്കാൻ. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഇതിനകത്ത് വലുതാവൊന്നുമില്ല കേട്ടോ. ചെറിയതായി. ഓക്കെ, കാലാപ്പാടി വലിയ വലിപ്പം വരില്ല. പക്ഷെ ഇത് വലുതായല്ലോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഈ. ഓൾമോസ്റ്റ് ഒരു ബുഷായിട്ട് നിൽക്കുകയുള്ളൂ. ആണോ? മറ്റേ ബുഷായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല. കുറെ മാങ്ങ തന്നാൽ മതി. അതുകൊണ്ട് നാട്ടുമാങ്ങ ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങയെന്നാ പറയുന്നത്. അതാണ് ഞാനിതിന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത്. ഈ കമന്റ് ചെയ്തിട്ടുണ്ട് മാവ് നടന്നെങ്കിൽ അതൊരു കാലാപ്പാടി അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നത്. മാവില് 4 വെറൈറ്റി നടന്നെങ്കിൽ അത് കാലാപ്പാടി എന്തായാലും അതിൽ ഉൾപ്പെടുത്തണം. ഇത് നല്ല മാങ്ങ. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ്. മറ്റേ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ജാപ്പാനീസിലൊക്കെ ഉള്ള ഒരു മിയാസാക്കി എന്ന് പറഞ്ഞൊരു ഒരു മാംഗോ ഉണ്ട്. അതിന്റെ ഏറെക്കുറെ സിമിലർ ടേസ്റ്റ് ആണ് ഇതിന് വരിക എന്നാ പറയുന്നത്. കാരണം ഇതിലൊരു പൗഡർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ? അപ്പൊ ഈ 1-2 കാരണങ്ങൾ കൊണ്ട് കീടങ്ങളുടെ ശല്യം വളരെ കുറയും. ഇന്നുണ്ട് തെങ്ങിന്റെ ചുവട്ടില് മത്തൻ പൂവൊക്കെ ഉണ്ട്. ആ സൈഡില് ഞങ്ങൾ പണ്ട് കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. 1-2 മത്തങ്ങ ഉണ്ട്. മത്തങ്ങ ഉണ്ടോ? മത്തങ്ങ ഉണ്ട്. ആ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണേ. ആണോ? ഇവിടെ ഒന്ന് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആള് എത്രയോ ഉണ്ടാവുന്നുണ്ട്, എത്രയോ പോകുന്നു. കായ്ക്കുമെന്ന് അറിയില്ല, വലുതാവുമെന്ന് അറിയില്ല. പക്ഷെ വലുതാവുന്നെങ്കിൽ വലുതാവട്ടെ. ഇത് നാടൻ ഒട്ടുമാവാണ് കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ സാധനമൊന്നുമല്ല. എന്താടാ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ. മമ്മി അവിടെ നിന്ന് ഒരു ബൈ ബൈ പറയൂ. ബൈ. ഓ, ഇവിടുന്ന് പറഞ്ഞോളൂ. ബൈ. അപ്പം ഞങ്ങൾ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ ഗൈസ്. ഓക്കെ.